ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും നല്ല വിശേഷമായത്. സുവിശേഷം, നല്ല വിശേഷം. നമ്മൾ സാധാരണ എല്ലാവരും ചോദിക്കും, എന്തുകൊണ്ട് വിശേഷം? നല്ല വിശേഷം. ആർക്കാ നല്ല വിശേഷമുള്ളത്? കുറച്ചു നേരം കൂടി അവരോട് സംസാരിക്കാമോ? അവർ നിന്ന് കരയുന്നത് കാണാം. കാരണം ഒരു വീട്ടിലും നല്ല വിശേഷങ്ങളില്ല. യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഒരു വീട്ടിലും നല്ല വിശേഷമില്ല. എവിടെ നോക്കിയാലും കുഷ്ഠരോഗികൾ, എവിടെ നോക്കിയാലും തളർവാദ രോഗികൾ. ആ ബെഥെസ്ദ കുളക്കരയിൽ തന്നെ 5 മണ്ഡപമുണ്ട്. സകലവിധ രോഗങ്ങളുമുള്ള ആൾക്കാർ അവിടെ കിടക്കുകയാണ്. ഒരുത്തൻ കിടക്കുന്നത് 38 വർഷമായി. അവരോട് നമുക്ക് ചോദിക്കാം, എന്തുണ്ട് വിശേഷം? ആ കിടന്ന കിടപ്പിൽ പറയും 38 വർഷം പഴക്കമുള്ള ആള്, നല്ല വിശേഷം. അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ഉള്ളിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിച്ചെന്നാൽ ദുഃഖങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ ഭൂമിയിലേക്ക് നല്ല വിശേഷം കൊണ്ടുവന്നത് യേശു കർത്താവാണ്. എളിയവരോട് സദ്വർത്തമാനം അറിയിപ്പാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നാണ് യേശു കർത്താവ് ദേവാലയത്തിൽ വന്നിട്ട് പുസ്തകം വായിച്ചിട്ട് പറഞ്ഞത്. യെശയ്യാവിൻ്റെ ചുരുൾ വായിച്ചിട്ട് ആ ഭാഗം എടുത്തിട്ട് പറഞ്ഞു, ഈ തിരുവെഴുത്തിന് നിവർത്തി വന്നു, ഞാൻ നല്ല വിശേഷമായിട്ട് വന്നിരിക്കുകയാണ്, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ. അതിനുള്ള അഭിഷേകം എൻ്റെ മേലുണ്ട്. അതായത് നല്ല വിശേഷം പറയുമ്പോൾ തന്നെ അവർക്കൊരു നല്ല വിശേഷം ഉണ്ടാകും. അവർ രക്ഷിക്കപ്പെടും, അവർ വിടുതൽ പ്രാപിക്കും. നിന്റെ കുടുംബത്തിന് സൗഖ്യം, നിന്റെ കുടുംബത്തിൽ പാപമോചനം, നിന്റെ കുടുംബത്തിൽ ഉയർച്ച. യേശു എല്ലാ വീട്ടിലും ചെന്ന് നല്ല വിശേഷമാണ് പറഞ്ഞത്. യായിറോസിന്റെ മോള് മരിച്ചുപോയെന്നാണ് വീട്ടിൽ നിന്ന് കിട്ടിയ വിശേഷം. എന്തുകൊണ്ട് വിശേഷം? നല്ല വിശേഷം, കുഞ്ഞ് മരിച്ചുപോയി. ഇനി ഗുരുവിനെ ശല്യപ്പെടുത്തണ്ട, നമുക്ക് നാളെ അങ്ങോട്ട് അടക്കാം. ബാൻഡ് മേളക്കാരും കരയുന്ന ആൾക്കാരെല്ലാം അവിടെ കരയുന്നുണ്ട്. പെട്ടിയെല്ലാം മേടിച്ചു, പന്തലിട്ടിട്ടുണ്ട്, എല്ലാം റെഡിയാ. മരണവീടിൻ്റെ അന്തരീക്ഷം എല്ലാം ഉണ്ടാക്കി, ചന്ദനത്തിരി എല്ലാം കത്തിച്ചിട്ടുണ്ട്. ഇനി യായിറോസ്, നീ ഇങ്ങോട്ട് വന്നാൽ മതി, ഗുരുവിനെ പറഞ്ഞു വിട്ടേക്ക്. എന്നാൽ യേശു ആ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് യായിറോസിന്റെ ചെവിയിൽ ഒരു നല്ല വിശേഷം പറഞ്ഞു. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അതാണ് ഏറ്റവും നല്ല വിശേഷം. പേടിക്കണ്ട, വിശ്വസിച്ചാൽ മതി, ദൈവത്തിൻ്റെ മഹത്വം കാണും. ഏറ്റവും നല്ല വിശേഷം ഏത് സാഹചര്യത്തെയും മാറ്റുന്നതാണ് വിശ്വാസം. ഇന്ന് ഇത് കേൾക്കുന്ന പലരുടെയും വീട് എന്തുമാകട്ടെ, ആ വീടിൻ്റെ അവസ്ഥ മുഴുവനും മാറ്റാൻ ഒരു നല്ല വിശേഷമുണ്ട്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. മാർത്തയോട് ലാസറിന്റെ കല്ലറക്കൽ വെച്ച് യേശു പറഞ്ഞു, എന്നിട്ട് കല്ലുരുട്ടി മാറ്റാൻ പറഞ്ഞു. എന്നിട്ട് യേശു ലാസറെ പുറത്തു വാന്ന് പറഞ്ഞു. ആ വീട്ടിൽ നല്ല വിശേഷം കൊണ്ടുവന്നു. വിശേഷം മോശമായ വീടുകളിലേക്ക് ഒരു വ്യക്തിക്ക് മാത്രമേ നല്ല വിശേഷം കൊണ്ടുവരാൻ കഴിയൂ. അത് നമ്മുടെ യേശുവിന് മാത്രം. ജീസസ് എവരിഡേയിലൂടെ നിങ്ങളുടെ വീടുകളിൽ നല്ല വിശേഷം ഉണ്ടാകട്ടെ. ഈ നല്ല കർത്താവിനെ ചേർന്ന് പാടി നമുക്ക് ആരാധിക്കാം. നിത്യമാം സ്നേഹത്താൽ എന്നെ സ്നേഹിച്ച യേശു മഹേശ, നിന്നിൽ വസിപ്പാനി എന്നെ വീണ്ടെടുത്ത യേശുദേവ, എന്നെ മറന്നു ഞാൻ നിന്നെ സ്നേഹിച്ചാരാധിച്ചു ജീവിച്ചിടുവാൻ എന്നുള്ളം വാഞ്ചിച്ചിടുന്നേ. യേശുവെ മോഹിച്ചിടുന്നേ. ഹോസന ഹാലേലൂയ.
Hosanna, hallelujah. Hosanna, hallelujah. Hallelujah, hallelujah. ലോകത്തിൻ മോഹം വെടിഞ്ഞു ദൈവിഷ്ടം എപ്പോഴും ചെയ്യുവാൻ സത്യത്തിൻ ആത്മാവാൽ എന്നെ ശക്തീകരിക്കുക നാഥാ. എന്നെ മറന്നു ഞാൻ നിന്നെ സ്നേഹിച്ചാരാധിച്ചു പിൻഗമിച്ചിടുവാൻ നിൻ പാദം ചുംബിച്ചിടുന്നേ. യേശുവെ മോഹിച്ചിടുന്നേ. Hosanna, hallelujah. Hosanna, hallelujah. Hosanna, hallelujah. Hallelujah, hallelujah. യേശു ചുടല, യേശുവിൻ ചുടടയാളം ദേഹത്തിൽ വഹിപ്പാൻ ഞാനും യോഗ്യനായി തീരുവാൻ എന്നെ ക്രൂശിലേൽപ്പിക്കുന്നു നാഥാ. എന്നെ മറന്നു ഞാൻ നിന്നെ സ്നേഹിച്ചാരാധിച്ചു പിൻഗമിച്ചിടുവാൻ സർവസ്വവും അർപ്പിക്കുന്നേ. യേശുവെ മോഹിച്ചിടുന്നേ. Hosanna, hallelujah. Hosanna, hallelujah. Hosanna, hallelujah. Hallelujah, hallelujah. കണ്ണുനീരില്ലാത്ത നാട്ടിൽ കുഞ്ഞാടിനെ കാണും നാട്ടിൽ അന്തഃപുരത്തിലെ രാജ്ഞി ശോഭ പരിപൂർണയാകും. എന്നെ മറന്നു ഞാൻ നിന്നെ സ്നേഹിച്ചാരാധിച്ചു നോട്ടം തികയ്ക്കുവാൻ എന്നുള്ളം വാഞ്ചിച്ചിടുന്നേ. യേശുവെ മോഹിച്ചിടുന്നേ. Hosanna, hallelujah. Hosanna, hallelujah. Hosanna, hallelujah. Hallelujah, hallelujah. Hosanna, hallelujah. Hosanna, hallelujah. Hosanna, hallelujah. Hallelujah, hallelujah. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് അന്ത്രയോസ് പോയി തൻ്റെ വീട്ടിലെ ഏറ്റവും പ്രശ്നക്കാരനായ ശീമോനെ വിളിച്ചു കൊണ്ടുവന്നു. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 1:41 വാക്യം വരെ പറഞ്ഞു. അവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. പറഞ്ഞു വിട്ടു എന്നല്ല, രണ്ട് തരത്തിലുമുണ്ട്. ചിലർ പറയും ഞാൻ വരുന്നില്ല, എനിക്കെല്ലാം അറിയാം,
നീ പോയാൽ മതി, നീ പോയി നന്നാകും, ഞങ്ങൾ ഇവിടെ തന്നെ നിന്നോളാം. ഇല്ല, കൊണ്ടുവന്നു. അന്ത്രയോസിന്റെ മിനിസ്ട്രി നമ്മൾ ചെയ്യണം. എന്താണ്? നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ മറ്റുള്ളവരെ പറഞ്ഞു വിട്ടാൽ പോരാ, അവരെ കൊണ്ടുവന്നു നമ്മുടെ വണ്ടിയിൽ കൊണ്ടുവരണം. നമ്മൾ കയറുന്ന ഓട്ടോറിക്ഷയിൽ 2 പേർക്ക് ഇരിക്കാൻ സ്ഥലമുണ്ടെങ്കിൽ ഒറ്റക്ക് രാജാവായിട്ടിരുന്ന് പോരല്ലേ? ഈ ഒറ്റക്ക് ഓട്ടോയിൽ വരുമ്പോൾ ഈ ഓട്ടോ കിടന്ന് ചാടും. 2 പേരെ കൂടി കയറ്റിയാൽ അത് ചാടാതെ മര്യാദക്ക് ഓടിപ്പോരും. പൈസ ഒന്ന് തന്നെയാണ്. പത്രോസിനെ കൊണ്ടുവന്നു. യേശുവിൻ്റെ അടുക്കൽ അന്ത്രയോസ് പത്രോസിനെ കൊണ്ടുവന്നു. അല്ലേ? കൊണ്ടുവരണം. പറഞ്ഞു വിട്ടാൽ പോരാ, അനുഭവമുള്ള ഒരാളുടെ അടുക്കൽ ചെന്ന് പറഞ്ഞ് ആ വ്യക്തിക്ക് താല്പര്യമില്ലെങ്കിലും നിർബന്ധിക്കണം. നമ്മൾ ആരെയും അങ്ങനെയുള്ള കാര്യത്തിൽ നിർബന്ധിക്കില്ല. മദ്യപാനികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വാ, കുറച്ച് മതി, ഒരു പ്രാവശ്യം മതി. നിർബന്ധിച്ചാണ് ഒരാളെ മദ്യപാനിയാക്കുന്നത്. എല്ലാ കാര്യത്തിലും. കളിക്കാൻ പോകുന്ന കൂട്ടുകാരെ, എടാ വാണ നമുക്ക് പന്ത് കളിക്കാൻ പോവാ, നിർബന്ധിച്ചു കൊണ്ടുപോവുകയാണ്. മനസ്സില്ലെങ്കിലും കൊണ്ടുപോകും. എന്നാൽ ദൈവരാജ്യത്തിലേക്ക് മാത്രം, ഏറ്റവും നല്ലൊരു മാത്രം നമ്മൾ വിളിച്ച് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകണം. ഒരാളെ രക്ഷപ്പെടുത്തുകയാണ്, നിർബന്ധിച്ച് കൊണ്ടുവരണം. പത്രോസ് ഒരുപക്ഷെ പറഞ്ഞു കാണും, എനിക്ക് താല്പര്യമില്ല വരാൻ. കേട്ട ഉടനെ ഒന്നും ഓടി വരുന്ന ആളൊന്നും അല്ല പത്രോസ്. പ്രതികരിക്കുന്ന ആളാണ്. തെറ്റായ സമയത്ത് തെറ്റായി പ്രതികരിക്കും, ശരിയായ സമയത്ത് ശരിയായി പ്രതികരിക്കും. എന്നാൽ അന്ത്രയോസ് പത്രോസിനെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി. കൊണ്ടുവന്നാൽ മതി, ബാക്കി കർത്താവ് നോക്കിക്കോളും. യേശു അവനെ നോക്കി. ആ നോട്ടം ഉയർത്തെഴുന്നേറ്റ ശേഷം പിന്മാറ്റത്തിൽ പോയപ്പോഴും അവിടെ വന്ന് നോക്കി. യേശു അവനെ നോക്കി. തള്ളി പറഞ്ഞപ്പോഴും നോക്കി. അവൻ ആ കാഴ്ച കണ്ട് പൊട്ടിക്കരഞ്ഞല്ലേ? യേശു തുടക്കം മുതൽ അവനെ ഒരു നോട്ടമിട്ടു. അപ്പോൾ യേശു അവനോട് പറഞ്ഞു, നീ യോഹന്നാന്റെ പുത്രനായ ശീമോനാകുന്നു. നിനക്ക് കേഫ എന്ന് പേരാകും. അത് പത്രോസാകുന്നു. നീ അന്ത്രയോസിന്റെ ചേട്ടനാകുന്നു എന്നല്ല പറഞ്ഞത്. നീ യോഹന്നാന്റെ ബർയോന ശീമോനെ എന്നാണ് മറ്റൊരു ഭാഗത്ത്. നീ യോഹന്നാന്റെ മോൻ ശീമോനാണ്. നിന്റെ പേരിതാണ്. എന്നാൽ ഈ പേര് മാറും. നീ എൻ്റെ കൂടെ നടന്ന് എന്നോട് സഹകരിച്ച് എൻ്റെ വചനങ്ങൾ കേട്ട് എന്നിൽ നിന്ന് പ്രാപിച്ച് എൻ്റെ ശിഷ്യത്വത്തിൽ നീ മറ്റൊന്നായി മാറും. നീ കേഫയായി മാറും. നീ മാറിക്കോളും. നിന്നെ മാറ്റുകയല്ല, നീ മാറും. നിനക്ക് കേഫ എന്ന് പേരാകും. ഇപ്പോൾ നീ ശീമോനാണ്, എന്നാൽ നീ മറ്റൊന്നായി മാറും. ഏത് വ്യക്തിയെയും കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നാൽ അപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് അതിശ്രേഷ്ഠമായൊരവസ്ഥയിലേക്ക് ആ വ്യക്തി മാറ്റപ്പെടും. ഒറ്റ കാര്യം ചെയ്താൽ മതി, നമ്മൾ മാറ്റണ്ട. കർത്താവ് അവനെ നോക്കി അവനെ പണിതെടുത്തോളും. കർത്താവിൻ്റെ അടുക്കലേക്കൊന്ന് കൊണ്ടുവാ. ഇത് നമ്മുടെ ജോലി. ഇതിൻ്റെ പേരാണ് സുവിശേഷം അറിയിക്കുക. അന്ത്രയോസ് മിനിസ്ട്രി. ഈ അന്ത്രയോസിൻ്റെ ഈ ശുശ്രൂഷ നമ്മൾ പിന്തുടരണം. നാം രക്ഷപ്പെട്ടാൽ, നമുക്ക് സത്യം ഗ്രഹിക്കാൻ കഴിഞ്ഞെങ്കിൽ, നമ്മൾ അത് മനസ്സിലാക്കിയെങ്കിൽ, ഇനി താമസിക്കരുത്, ഓടിച്ചെന്ന് ഒത്തിരി പേരെ ഈ അനുഭവത്തിലേക്ക് വിളിച്ചു കൊണ്ടുവരണം. ഇത് പല ഹൃദയങ്ങളോട് കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് സംസാരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ നേരത്തെ ഇത് ചെയ്യുമായിരുന്നു, ഇപ്പോൾ പലതിലും ഒതുങ്ങി. മറ്റുള്ളവരെ കുറിച്ച് എന്തിനിങ്ങനെ പറയണം? മറ്റുള്ളവരോട്
ഈ സത്യം എന്തിനിങ്ങനെ പറയണം? അവരോട് യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ പിന്നെ അവർ പിണങ്ങും. എന്നോട് ബാംഗ്ലൂർ വെച്ച് ഒരിക്കൽ ഞാനന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു 88-ലൊക്കെ ഞാൻ ബാംഗ്ലൂര് KR മാർക്കറ്റ് എന്ന് പറയുന്ന ബാംഗ്ലൂരിൽ ഏറ്റവും വലിയൊരു മാർക്കറ്റും സിറ്റിയാണ്, ബിസിനസ് ഏരിയയാണ്. അവിടെ ഒരു കമ്പനിയിൽ, സർദാർജിയുടെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ഇലക്ട്രോണിക്സ് ആണ് ഞാൻ പഠിച്ചത്. ഞാൻ ജോലി ചെയ്യുന്ന കാലത്ത് ആ കമ്പനിയുടെ ബിസിനസ് വർദ്ധിച്ചപ്പോൾ അവർ ശമ്പളം മാറ്റി പീസ് വർക്കാക്കി. അപ്പോൾ ചെയ്യുന്ന ജോലി, ആ ജോലി ഒരെണ്ണം ചെയ്താൽ, ഒരു മിഷൻ ഉണ്ടാക്കിയാൽ, സോൾഡർ ചെയ്ത് ഉണ്ടാക്കിയാൽ അതിന് ഇത്ര രൂപ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു? രാവിലെ വന്നാൽ വൈകിട്ട് വരെ ഇന്ന് ശ്വാസം വിടാതിരുന്ന് ജോലി ചെയ്യണം. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയാൽ 2-3 എണ്ണത്തിൻ്റെ സമയം പോകും ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല വരുമാനമാണ്. അതുകൊണ്ട് ഉച്ചക്ക് കഴിക്കില്ല. വന്നിട്ട് അപ്പോൾ ആ ഉച്ചക്കുള്ള ഗ്യാപ്പിൽ ഓടി തൊട്ടടുത്തൊരു മലയാളിയുടെ കടയുണ്ട്. അവിടെ പഴമുണ്ട്. അവിടെ നല്ല പൂവമ്പഴം കിട്ടും. റോബസ്റ്റ് പഴത്തേക്കാൾ നല്ലതാണ് അവിടുത്തെ ബാംഗ്ലൂരിലെ പൂവമ്പഴം. വലിയ പൂവമ്പഴമാണ്. ഒരു പൂവമ്പഴവും എടുക്കും, 1 ഗ്ലാസ് പാല് അവിടെ നിന്ന് മേടിച്ചു കുടിക്കും, ഒരു ഹോർലിക്സ് മേടിച്ചു കുടിക്കും. അപ്പോൾ ഈ മലയാളി ആദ്യമൊന്നും എന്നോട് അങ്ങനെയൊന്നും മിണ്ടിയില്ല. പിന്നെ എന്നോട് കൂടെ പറയും, ഞങ്ങളുടെ ചർച്ചിൽ വരുമോ, യേശുവിനെ അറിയോ? ഞാൻ പറഞ്ഞു, ഞാൻ ക്രിസ്ത്യാനിയാണ്. അപ്പം എനിക്ക് ഈ രക്ഷിക്കപ്പെട്ട കൂട്ടങ്ങളെ ഒന്നും അടുത്ത് വർത്താനം പറഞ്ഞിട്ടില്ല. ഈ ചെറുപ്പക്കാരൻ്റെ മുഖത്ത് വളരെ പ്രകാശമാണ്, വലിയ തേജസ്സുള്ളൊരുത്തനാണ്. പിന്നെയും വരുമ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ ചർച്ചിൽ വാ, കൂട്ടായ്മയിൽ വാ. പല പ്രാവശ്യമായപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി എന്നെ ഈ കാര്യത്തിൽ വിളിക്കരുത്, നമ്മൾ തമ്മിലുള്ള ബന്ധം കളയണ്ട, ഞാൻ അപ്പുറത്തെ കടയിലോട്ട് പോകും. അങ്ങനെയായി. പിന്നെ ഇങ്ങനെ മിണ്ടിയില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് പറയും, ബൈബിള് വായിക്കണം കേട്ടോ. ഇദ്ദേഹത്തിന് കടയിൽ വരുന്നവരെ പിണക്കാനും പറ്റില്ല. കൂടെ ഇപ്പം ഞാനും ആലോചിച്ചത് എന്താ ഇങ്ങനെ പറയുന്നത്. ഇദ്ദേഹത്തിന് എനിക്കിത് കേൾക്കുന്ന ഇഷ്ടമല്ലെന്ന് മനസ്സിലായിട്ട് ഇങ്ങനെ പറയണമെങ്കിൽ എന്തോ കാര്യമുണ്ട്. ഞാനത് എൻ്റെ ഉള്ളിൽ വെച്ചു. പിന്നീട് രക്ഷിക്കപ്പെട്ടു. ഞാൻ അവിടുത്തെ ജോലി വിട്ടു, ഞാൻ രക്ഷിക്കപ്പെട്ടു. ഇദ്ദേഹത്തോട് ഈ കഥ ഞാൻ പറഞ്ഞിട്ടുമില്ല, രക്ഷിക്കപ്പെട്ട കാര്യം പോയി പറഞ്ഞുമില്ല. രക്ഷിക്കപ്പെട്ടിട്ടും ഞാൻ ആ കടയിൽ ചെന്നു ഞാൻ മിണ്ടിയില്ല. പിന്നെ അവിടുന്ന് ഞാൻ ജോലി വിട്ടു, കർത്താവിൻ്റെ വേലക്കിറങ്ങി. വർഷങ്ങൾ കഴിഞ്ഞു. കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ 2000-ൽ, അപ്പോഴേക്കും 10-12 വർഷങ്ങൾ കഴിഞ്ഞു. 99-ലാണ് ഞാൻ മസ്കറ്റിൽ പോയി. മസ്കറ്റിൽ ചെന്ന സമയത്ത് ഒരാഴ്ച ഒരു ചർച്ചിൽ ഞാൻ പ്രസംഗിക്കാൻ പോയി. എൻ്റെ അനുഭവ സാക്ഷ്യങ്ങളും പ്രസംഗവും ഒക്കെ അവിടെ പറഞ്ഞു. വെള്ളിയാഴ്ചയാണ് അവിടുത്തെ സഭായോഗം. വെള്ളിയാഴ്ച ഞാൻ അന്ന് അവിടെ കർത്തൃമേശയുണ്ട്, പ്രധാന മീറ്റിംഗാണ്. അന്ന് ആ മീറ്റിംഗ് വലിയ ചർച്ച. ആ ചർച്ചിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ, ഞാൻ ആ പാസ്റ്ററിൻ്റെ ഒപ്പം അവിടെ ഇരിക്കുമ്പോൾ, മീറ്റിങ്ങിൻ്റെ ഇടയ്ക്ക് ഒരു ചെറുപ്പക്കാരൻ വന്ന് ആ ആൾക്കാരുടെ കൂട്ടത്തിൽ ഇരിക്കുന്നത് കണ്ടു. അന്ന് കസേരയൊന്നുമില്ല, നിരയായിട്ട് താഴെ പായലിരിക്കും. മുഴങ്കാലിരുന്ന് ഒരു ചെറുപ്പക്കാരൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഓർത്തത് കണ്ടു അല്ല പരിചയമുണ്ടല്ലോ. ഞാൻ സൂക്ഷിച്ചു നോക്കുമ്പോൾ 12 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ട അതേ ചെറുപ്പക്കാരൻ, അതേ മുഖം, അതേ ചുരുണ്ട മുടി. കുറേ നേരം ഞാൻ സൂക്ഷിച്ചു നോക്കി. അദ്ദേഹത്തിൻ്റെ ആക്ഷൻ എല്ലാം കണ്ടപ്പോൾ എനിക്ക് ഉറപ്പായി ഇദ്ദേഹമാണ്. പിന്നെ എനിക്കൊരു സംശയം, ഏതായാലും എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചെന്ന് ചോദിക്കാമെന്ന് കരുതി. ഞാനവിടെ ചെന്ന ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ചോദിച്ചു, ഈ ബാംഗ്ലൂരാണോ വീട്? അദ്ദേഹം പറഞ്ഞു അതെ. അപ്പം എൻ്റെ രൂപമൊക്കെ മാറി, വേറെ രൂപം. ഞാൻ അന്ന് താടിയും മീശയും വലിയ മുടി, ഹിപ്പി മുടിയൊക്കെയാണ്. അന്ന് മുടിയൊക്കെ ഉണ്ട്, വലിയ താടിയൊക്കെ ഉണ്ട്. ആ ഒരു രൂപത്തിലാണ് ഞാൻ. എന്നെ ഇദ്ദേഹം ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. അപ്പം എന്നെ കണ്ടിട്ട് ഇതാരാ,
ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കെയർ മാർക്കറ്റിൽ ഒരു കാപ്പിക്കടയുണ്ടായിരുന്നു? അദ്ദേഹം പറഞ്ഞു, ഉണ്ട്. അപ്പോൾ ആ ചർച്ചിൽ ആർക്കും ഇത് അറിയില്ല. അതേ ഓർത്ത് ഞാൻ വലിയ പ്രോഫസി പറയണമെന്ന്. ഞാൻ പറഞ്ഞു, അവിടെ ഒരു ചെറുപ്പക്കാരനെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വന്ന് പാല് മേടിച്ച് കുടിക്കുന്ന ഒരു പൂവമ്പഴം തിന്നാനായിട്ട് ഒരാൾ വരുന്നില്ലേ? ഉണ്ട്. താങ്കൾ സുവിശേഷം പറയാറുണ്ടായിരുന്നില്ലേ? ഉണ്ട്. ആ വ്യക്തിയാണ് ഞാൻ, ആ പഴയ ജോഷിയാണെന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ എൻ്റെ കയ്യെ കയറി പിടിച്ചു. താങ്കൾ രക്ഷിക്കപ്പെട്ടോ? മസ്കറ്റിൽ എന്തിനു വന്നു? ഇവിടെ വല്ല ജോലിയായിട്ട് വന്നാണോ? ഞാൻ പറഞ്ഞു, ഞാനിവിടെ പ്രസംഗിക്കാൻ വന്നാണ്. ഈ ചർച്ചിലെ ഗസ്റ്റായിട്ട് പ്രസംഗിക്കാൻ വന്ന ആളാണ്. കെട്ടിപ്പിടിച്ച് അദ്ദേഹം എന്നെ കയറി കെട്ടിപ്പിടിച്ചു, ഞാനും കയറി കെട്ടിപ്പിടിച്ചു. കൂട്ട നിലവിളി, ആൾക്കാർ ഞെട്ടുകേടി, ഇതെന്താ സംഭവം? പിന്നെ ഞാൻ എഴുന്നേറ്റ് കരഞ്ഞുകൊണ്ട് സാക്ഷ്യം പറഞ്ഞു. ആ ചെറുപ്പക്കാരൻ എന്നെ യേശുവിലേക്ക് ഒന്ന് തള്ളിവിടാൻ ശ്രമിച്ച ഒരാളാണ്. എനിക്കിഷ്ടമല്ലെന്ന് കണ്ടിട്ടും എന്നെ മുന്നോട്ട് തള്ളിയ ഒരാളാണ്. ഞാൻ ഇന്നും ആഗ്രഹിക്കും ആ വ്യക്തിയെ ഒന്നും കൂടി ഒന്ന് കണ്ടിരുന്നെങ്കിൽ. ഇപ്പോൾ എവിടെ പോയെന്ന് പോലും എനിക്കറിയില്ല. ബാംഗ്ലൂർ ഒരു ചർച്ച് ഓഫ് ഗോഡിലെ മെമ്പറായിരുന്നു. മസ്കറ്റിലെ പാലസിൽ ജോലിയായിരുന്നു. ഇത്ര എനിക്കറിയാം. ചർച്ച് ഓഫ് ഗോഡിലെ മെമ്പറാണെന്നും അറിയാം. ഇതാരെങ്കിലും കേട്ടാൽ അദ്ദേഹത്തിൻ്റെ നമ്പർ എനിക്കൊന്ന് അയച്ചു തരണം. എന്നെ മുന്നോട്ട് തള്ളിയ അന്ത്രയോസുമാരിൽ ഒരാൾ, വേറെ 1-2 അന്ത്രയോസുമാർ കൂടിയുണ്ട്. ഇന്ന് ഞാനിവിടെ ഇരുന്ന് യേശുവിനെ കുറിച്ച് പറയുമ്പോൾ അവര് ഇപ്പോഴും ചിലപ്പോൾ ജോലി ചെയ്യായിരിക്കും, എങ്കിലും അന്ത്രയോസിന്റെ ചരിത്രം ആവർത്തിക്കപ്പെട്ടു. എന്നെ മുന്നോട്ട് തള്ളി. ഞാൻ കർത്താവിൻ്റെ സന്നിധിയിലോട്ട് പത്രോസിനെ പോലെ എടുത്തു ചാടി. അവരിന്നും ആ അളവിലാണെങ്കിലും ഇതിൻ്റെ പ്രതിഫലം മുഴുവൻ അവർക്കുണ്ട്. ഓർക്കണം, ഇത് വലിയൊരു ശുശ്രൂഷയാണ്. മറ്റുള്ളവരെ കർത്താവിലേക്ക് തള്ളിവിടുക, കൂട്ടിക്കൊണ്ടുവരിക, അവരുടെ വളർച്ച കാണാൻ ആഗ്രഹിക്കുക. ഇപ്പോൾ പത്രോസാകാൻ വേണ്ടി യേശു ഒരുവനെ പണിതെടുക്കുകയാണ്. അന്ത്രയോസിന് ഒരു വഴക്കുമില്ല. കഴിഞ്ഞ ദിവസം നമ്മളത് ചിന്തിച്ചു. ഒരു പരാതിയുമില്ല. ഇങ്ങനെ ഒരു ഹൃദയത്തിൻ്റെ ഉടമയായി മാറണ്ടേ? ഒരു പുതിയ തുടക്കം നമുക്കുണ്ടാകട്ടെ. യേശു അതിനുള്ള കൃപ തരട്ടെ. എത്രയോ പേരെ നമുക്ക് ഇഷ്ടമല്ലെങ്കിലും പറഞ്ഞ് ഈ സത്യത്തിലേക്ക് തള്ളിവിടാം. എന്നോട് അദ്ദേഹം സുവിശേഷം പറയുന്ന നാളിൽ ഞാൻ ഒരു ദിവസം ഒരു 4-5 സിനിമ കാണും, കുറഞ്ഞത് 4 സിനിമ. കാരണം ഞങ്ങളുടെ പാർക്കുന്ന വീടിൻ്റെ അടുത്ത് എയർഫോഴ്സിൻ്റെ ഒരു തിയേറ്ററുണ്ട്. ആ എയർഫോഴ്സിൻ്റെ ക്വാർട്ടേഴ്സാണ്. അപ്പം അതിനകത്ത് എല്ലാ ഭാഷക്കാരും ഉള്ളതുകൊണ്ട് രാവിലെ ഒരു ഭാഷ, മോർണിംഗ് സിനിമ ഒരു ഭാഷയിലായിരിക്കും, ഉച്ചയ്ക്ക് വേറെ, വൈകിട്ട് വേറെ, അർദ്ധരാത്രി വേറെ. പിന്നെ 4 ഭാഷയിലുള്ള സിനിമ അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഒരു ദിവസം 4 സിനിമ. പിന്നെ കുറച്ച് കൂട്ടുകാരുണ്ട്, കുറച്ച് കള്ളും കുടിക്കും. എന്നാൽ ഈ അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് ഈ വ്യക്തി എന്നെ യേശുവിലേക്ക് തള്ളിയത്, യേശുവിനെ കുറിച്ച് പറയുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്നു. ഇതുപോലെ എത്രയോ പേർ നിങ്ങൾ ചിന്തിക്കാത്ത നിലയിലേക്ക് കർത്താവിലേക്ക് തിരിയേണ്ടവരാണ്. അസാധാരണമായി ഇന്ത്യയിൽ വലിയ ഉണർവിന് വേണ്ടി ഉപയോഗിക്കാനുള്ളവരൊക്കെ നിങ്ങൾ വിളിച്ചുകൊണ്ടുവരുന്ന വ്യക്തിയാണ്. നിങ്ങൾ ആരെങ്കിലും വിളിച്ചുകൊണ്ടുവരാൻ ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ അവർക്ക് ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന്. ആ വ്യക്തിയായിരിക്കും ഭൂമിയെ കീഴ്മേൽ മറിക്കുന്ന വ്യക്തി. ചിലപ്പോൾ നിങ്ങൾ വിളിച്ചുകൊണ്ടുവരുന്ന നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ കുടുംബാംഗം നിമിത്തം നിങ്ങൾക്ക് അഭിമാനിക്കാൻ കഴിയും. നിങ്ങൾ ആ വ്യക്തിയുടെ സ്പിരിച്വൽ ഫാദറായി മാറും. ആ വ്യക്തിയെ നേടിയതിൻ്റെ പ്രതിഫലം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് യേശുവിനെ കാണിച്ചു കൊടുക്കുക. അതാണ് നമ്മൾ ആ വായിച്ചത്. അവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ബാക്കി യേശു നോക്കിക്കോളും. യേശുവിനെ മാറ്റിയെടുക്കും. കൊണ്ടുവന്നാൽ മാത്രം മതി. അതിനുള്ള കൃപ ദൈവം തരട്ടെ. പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത് കേട്ട ഓരോ വ്യക്തികളെ ജീവിതത്തിൽ ഒരു വലിയ ദൈവപ്രവൃത്തി നടക്കട്ടെ. അനേകരെ കർത്താവിലേക്ക് തിരിക്കുന്ന
യേശുവിലേക്ക് നിർബന്ധപൂർവം കൊണ്ടുവരുന്ന, പൗലോസ് പറഞ്ഞ പോലെ നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു എന്ന് പറഞ്ഞ പോലെ ആർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പലരെ നിർബന്ധിച്ചു കൊണ്ടുവരേണ്ട ഒരു മാർഗമാണല്ലോ ഇത്. അല്ലെങ്കിൽ അവർ നരകത്തിയിലേക്ക് വീഴുമല്ലോ. അനേകരെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവരാൻ ഒരു അന്ത്രയോസിൻ്റെ റോളിലേക്ക് ഇവർ ഞങ്ങൾക്ക് വരണം കർത്താവേ. ഇന്നത്തെ ഈ വചനധ്യാനം നിമിത്തം അനേകരെ അങ്ങ് അതിനായി പണിയണം കർത്താവ്. അത് ചെയ്യണം. ഈ കുടുംബങ്ങളെ അതിനായി അഭിഷേകം ചെയ്യണം. ഈ അന്ത്രയോസുമാർക്ക് അതിനുള്ള പ്രത്യേക കൃപകൾ കൊടുക്കണം. പറയാനുള്ള, സുവിശേഷം പറയാനുള്ള ശക്തി കൊടുക്കണം. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. യേശു കർത്താവ് ഇതിനെല്ലാം നിങ്ങൾക്ക് ഈ വലിയ ശുശ്രൂഷ ചെയ്യുന്നതിൽ പ്രതിഫലം തരും. നാളെ ഇതേ സമയത്ത് നമുക്ക് ഒരുമിച്ച് കൂടാം. ഗോഡ് ബ്ലെസ് യു.